അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായതുകൊണ്ട് ഇല്ല അപസ്മാര നാടകം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ആവും. ഓ മണി മണി ഇങ്ങനെ മണി വിട്ടു. എന്നിട്ട് ഭൂതം വരുന്നു, ഭൂതങ്ങൾക്കൊരു ഭൂതം. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2025 ഉറപ്പായിട്ടും PSC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം പഠിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നോക്കൂ, ഇതുപോലെ ഒരുപാട് പ്രമേയങ്ങള്, ഇനി സാഹിത്യ മേഖലയിലെ ചോദ്യങ്ങളും അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ ഗെയിംസ്, പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമായി പ്രഖ്യാപിച്ചത് എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. പഠിച്ചു വെച്ചേക്കണം കൂട്ടുകാരെ, യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 ലോക വന ദിനത്തിന്റെ പ്രമേയം. കഴിഞ്ഞ വർഷം LDC പോലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് എന്ത് ഇത്തരത്തിലുള്ള പ്രമേയം, മണ്ണ്, വന, ജലദിനമൊക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങളോട് മാറിപ്പോകും. വനങ്ങളും ഭക്ഷണവുമാണ് 2025 വനദിനത്തിന്റെ പ്രമേയം. മക്കളെ, ഇതിന്റെ കോഡ് ഞാനിപ്പോ ഈ വനദിനവും ജലദിനവും ഡേറ്റ് ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്നാലും അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ, അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായത് കൊണ്ട് ഇല്ല അപസ്മാര നാടകം എന്ന് പഠിച്ചു വെക്കുക. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കോഡാണ് കേരളത്തിലെ ഈ ഒരു കോഡ്. പക്ഷെ ഇത് ഞാൻ എന്റേതായ രൂപത്തിൽ ഒരു 5-6 വർഷം മുമ്പ് മാറ്റി പറഞ്ഞത് അത്യാവശ്യം പല പിള്ളേർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. പല ഓഫ്ലൈൻ സെന്ററിലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത് എടുത്തിട്ട് ഇഷ്ടമായ ഒരു കോഡാണ് പിള്ളേർക്ക്. അപ്പൊ അവിടെ ഞാൻ എന്റെ വക അഡീഷണലി ആഡ് ചെയ്ത് എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങാടിയിലെ വനജ എന്ന് ഞാൻ ആക്കിയതാണ്. ഓക്കെ, അതിപ്പോ പലരും കോഡ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം ഞാൻ എന്റെ വക കൈ നിട്ടാണ് എന്ത് ഇല്ല എന്നുള്ളത്. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ മാർച്ച് മാസം 20-ാം തീയതി നോക്കൂ, അങ്ങാടി കുരുവി ദിനം ഒരുപാട് തവണ PSC ചോദിച്ചു. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം. അങ്ങാടിയിലെ വനജ എന്ന് കേട്ടാൽ 21 വന അല്ലേ, വനജ. 22 ജലം, വനജ. കാലിൽ അല്ലെ 23 കാലാവസ്ഥ അല്ലേടാ, 24 കാലിൽ ക്ഷയം. കാലിലൊന്നും ക്ഷയം വരുമോ ഇല്ലെന്ന് ചിന്തിക്കണ്ട അല്ലെ, ക്ഷയം. അപ്പൊ അങ്ങാടി, ഇവിടെ അങ്ങാടിയുടെ എഴുതാം അല്ലെ, അങ്ങാടി കുരുവി ദിനം. അങ്ങാടി. ഈ മാർച്ച് 20 മറ്റൊരു ദിനം കൂടിയാണ്. ആരാണ് പറയാ, ഏത് മിടുക്കണോ നോക്കട്ടെ. മാർച്ച് 20 മറ്റൊരു ദിവസം കൂടിയുണ്ട്, ഒരു പ്രത്യേകത. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്. അപ്പൊ അത് ഈ കഥയിൽ ഉണ്ടായിരുന്നു, തൽക്കാലം ഞാനിപ്പോ അത് പറഞ്ഞില്ല. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം ഇല്ല. ഇല്ല എന്ന് പറഞ്ഞാൽ 25 ഒന്നുമില്ല. ഓക്കെ, 25 ഇല്ല അല്ലെ. 26 പഠിച്ചു വെക്കണം. ഇല്ല അപസ്മാരം. എന്താണ് അപസ്മാരം? അപ്പൊ അപസ്മാര ദിനം എന്താണ്? മാർച്ച് 26 ഇല്ല അപസ്മാര നാടകം. 27 ലോക നാടക ദിനമാണ്. ഇല്ല അപസ്മാര നാടകം. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായത് കൊണ്ട് ഇല്ല അപസ്മാര നാടകം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ആവും. അപ്പൊ വനദിനം കിട്ടി, വനങ്ങളും ഭക്ഷണവും. പ്രമേയം കിട്ടി. ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഗ്ലേസിയർ സംരക്ഷണമാണ്. ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഗ്ലേസിയർ സംരക്ഷണമാണ്. പഠിച്ചു വെക്കണം 2025 ജലദിനത്തിന്റെ പ്രമേയം. 2025 കാലാവസ്ഥാ ദിന പ്രമേയം എന്താടാ കൂട്ടുകാരെ? കാലാവസ്ഥാ ദിന പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ചടയ്ക്കുക എന്ന് വെച്ചാൽ ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. നമുക്ക് കാലാവസ്ഥ അല്ലെ മാർച്ച് 23 അപ്പൊ ആ ഒരു ദിവസത്തിന്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് അല്ലെ. മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥ പലപ്പോഴും കിട്ടാതെ ആവുമ്പോഴാണ് പല അപകടങ്ങളും വരാറ്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നേരത്തെയുള്ള മുന്നറിയിപ്പ്, ആ വിടവുണ്ടല്ലോ, അത് ഒരുമിച്ചടയ്ക്കുക എന്ന് ചിന്തിക്കുക. പഠിച്ചു വെക്കാൻ പറഞ്ഞാട്ടോ. നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ചടയ്ക്കുക. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. ഗ്ലേസിയർ സംരക്ഷണമാണ് ജലദിനത്തിന്. വനം എന്ന് കേട്ടാൽ വനങ്ങളും ഭക്ഷണവുമാണ് അല്ലെ. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ആണ് അന്താരാഷ്ട്ര യോഗാ ദിനം. എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം? എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും അറിയാത്ത കൂട്ടുകാരെ കമന്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ഷയരോഗം കൂടി നമുക്ക് പറയാം അല്ലെ. മാർച്ച് 24 ക്ഷയരോഗ ദിനമാണെന്ന് പറഞ്ഞല്ലോ മക്കളെ. യെസ്, വി ക്യാൻ എൻഡ് TB. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു പ്രമേയം. പക്ഷേ അവിടെ നിങ്ങൾ അഡീഷണലി ഒരു 3 വാക്ക് കൂടി ഓർത്തു വെക്കണം. കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. പ്രതിജ്ഞാബദ്ധത, നിക്ഷേപം, വിതരണം.
കൃത്യമായിട്ട് പഠിച്ചേ. യെസ് വി കാൻ ആൻഡ് ടി ബി, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. പ്രതിജ്ഞാബദ്ധത, നിക്ഷേപം, വിതരണം പഠിച്ചു വെക്കുക. ഇന്ത്യൻ വ്യോമസേന അതിന്റെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേന ഭാഗമാകുന്ന ഗ്രീസിലെ ആൻഡ്രവിയ വ്യോമത്താവളത്തിൽ നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ്. അല്ലെ, ഇനിയോച്ചോസ് എന്നോ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കട്ടോ, അത് ഉച്ചരിക്കും. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല. അപ്പൊ INIOCHOS എന്നാണ് ഞാൻ ടെലഗ്രാമിലെ പിള്ളേരെ പഠിപ്പിക്കാറ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാം? INIOCHOS സെറ്റാണേ. 7ാം തവണയും ബെലാറസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലുക്കാഷെങ്കോ. എന്താ പേര് അല്ലെ? അപ്പൊ ബെലാറസ് എന്ന് കേൾക്കുമ്പോൾ വലിയ ബലമുള്ള ഒരു മനുഷ്യൻ, അത് അലക്സാണ്ടർ ആലോചിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി നമുക്ക് പഠിക്കാല്ലേ. അപ്പൊ നല്ല ബലമുള്ള മനുഷ്യനാണ് അലക്സാണ്ടർ. അപ്പൊ ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആരാണ്? അലക്സാണ്ടർ ലുക്കാഷെങ്കോ എന്നൊക്കെയാണ് വായിക്കുക. അപ്പൊ നമുക്ക് അലക്സാണ്ടർ ലുക്കാഷെങ്കോ പഠിച്ചോ. ഏപ്രിൽ 6 പഠിച്ചു വെക്കണം. 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച രാജ്യത്തിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏതാണ്? പാമ്പൻ പാലമാണ്. അപ്പൊ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നാണ് ഉദ്ഘാടനം ചെയ്തത്. 2025 ഏപ്രിൽ 6. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ? 2025 ഏപ്രിൽ 6. രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായി കമ്മീഷൻ രൂപീകരിച്ച് ബില്ല് പാസ്സാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സങ്കീർണമായ നിർദ്ദേശങ്ങളെ കൃത്യമായി ചിത്രരൂപത്തിലാക്കാൻ കഴിയുന്ന ചാറ്റ് GPTയുടെ പുതിയ പതിപ്പാണ് GPT 4.0. കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ച മൃഗങ്ങൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ പേരുകൾ 2 ആന്റിബയോട്ടിക് ആണ്. ക്ലോറോംഫെനിക്കോളും നൈട്രോഫെറാനും. ഇതൊക്കെയാണ് ക്ലോറോംഫെനിക്കോൾ, നൈട്രോഫെറാൻ. കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ച മൃഗങ്ങൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളാണ് ഏതൊക്കെ? ക്ലോറോംഫെനിക്കോളും നൈട്രോഫെറാനും. സംസ്ഥാന ബജറ്റ് രേഖയിൽ നിന്ന് രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തെ പുറത്താക്കി തനത് ചിഹ്നം സ്വീകരിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് മക്കളെ? ഇഷ്ടപ്പെട്ട് പഠിച്ചേ. തമിഴ്നാടാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്. അവിടെ രൂപയുടെ ചിഹ്നത്തിന് പകരം അവരെന്ത് ഉപയോഗിച്ചു? അക്ഷരമായ രു ആണ് അവിടെ വെച്ച് കേട്ടോ. അപ്പോ ക്വാണ്ടം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തെ നേരിട്ട് സൂപ്പർ സോളിഡ് ആക്കുന്ന പരീക്ഷണം നടത്തിയത് ഏത് രാജ്യമാണ്? 2025 ഫാക്ട് ആണ് പഠിക്കുക. ക്വാണ്ടം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തെ നേരിട്ട് സൂപ്പർ സോളിഡ് ആക്കുന്ന പരീക്ഷണം. പ്രകാശത്തെ നേരിട്ട് സൂപ്പർ സോളിഡ് ആക്കി ആരാണ്? നല്ല ഇറ്റലിക്കാരാട്ടോ. ആരാണ്? ഇറ്റലിക്കാർ. പഠിച്ചു നോക്കുക. ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനം ആരാണ്? ഇന്ത്യ കേട്ടോ. ഡൽഹിയിലാണ് സമ്മേളനം നടക്കുന്നത്. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരങ്ങൾ പലതരത്തിലുണ്ട്. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കേരള സർവകലാശാലയുടെ 2021-22 വർഷങ്ങളിലെ ONV പുരസ്കാരം ഒരുമിച്ച് പ്രഖ്യാപിച്ചു. ഓക്കെ, ആ കൊറോണ സമയത്ത്. 21 MK സാനുമാഷിനും 22 M മുകുന്ദേട്ടനുമാണ് കിട്ടിയത്. അപ്പൊ ഇഷ്ടപ്പെട്ട് പഠിക്കുക കൂട്ടുകാരെ. നിങ്ങൾ 2021-ലെയും 22-ലെയും കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം പ്രഖ്യാപിച്ചു. 21 കിട്ടിയത് MK സാനുവിനും 22 കിട്ടിയത് M മുകുന്ദനുമാണ്. ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ്. ഇപ്പൊ നിങ്ങൾ ബെലാറസിന്റെ പ്രസിഡന്റ് അല്ലെ? ബെലാറസ് എന്ന് കേൾക്കുമ്പോൾ അവിടെ ബെലാറസ് ബലമുള്ള മനുഷ്യൻ അലക്സാണ്ടർ പഠിച്ചു. ഗ്രീസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിയോ? നമ്മളെ വാഹനങ്ങളൊക്കെ ഗ്രീസ് ഉപയോഗിക്കാറല്ലേ? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസോ അങ്ങനെ എന്തായാലും ഡാസുലാസ് അല്ലെ? അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കോണിൽ സ്റ്റാൻഡില് നമ്മളൊരു ബസ് സ്റ്റാൻഡോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വലിയ വലിയ വാഹനങ്ങൾക്കാണ് ഈ ഗ്രീസ് അടിക്കേണ്ടത് അല്ലെ? അപ്പൊ ആലോചിക്കുക, ഒരു കോണില് സ്റ്റാൻഡിൽ എന്തുണ്ടാവും? ഗ്രീസ് അടിക്കുന്ന ആളുണ്ടാവും. അപ്പൊ ഗ്രീസ് എന്ന് കേൾക്കുമ്പോൾ കോൺസ്റ്റാന്റ് കോൺസ്റ്റന്റിൻ ടാസുലസ് പേരതാണ്. അപ്പൊ കോൺസ്റ്റന്റിൻ ടാസുലസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ പഠിക്കുമ്പോൾ എന്ത് ട്രിക്ക് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ ഈ പേരുകൾ നമുക്ക് മനസ്സിലേക്ക് കിട്ടുമല്ലോ. അപ്പൊ ബെലാറസ് എന്ന് കേൾക്കുമ്പോൾ അലക്സാണ്ടർ കിട്ടണം. അതുപോലെ ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റത് കോൺസ്റ്റാന്റിൻ ടാസുലസ്. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് കുഞ്ഞുങ്ങളെ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭാഗവാക്കായി ട്രൂത്ത് സോഷ്യൽ. ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം പെട്ടെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. കിട്ടൂല. ന്യൂ കാസിൽ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ, ചെൽസി അങ്ങനെ പല ക്ലബുകളെ പേരും കാണും.
ഇതൊരു പുതുതായിട്ടൊരു ക്ലബ്ബ് ഉദിച്ചു വരിക എന്നറിയിക്കാം. ന്യൂ കാസിൽ യുണൈറ്റഡ് ആണ്. ന്യൂ കാസിൽ യുണൈറ്റഡ്. ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തത്? ഇത് ന്യൂ കാസിലാണോ? അല്ല. ഈ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടത്തിന്റെ ഒരു പുതിയ പേര് കറാബോ കപ്പ് എന്നാണ്. അപ്പൊ കറാബോ കപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആക്ച്വലി ഇംഗ്ലീഷ് ലീഗ് കപ്പാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചർ കൊടുത്തത് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് ന്യൂ കാസിൽ യുണൈറ്റഡ് ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. രാജ്യത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്താൻ ഒരുങ്ങുന്നത് എവിടെയാണ്? രാജ്യത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിന് ഹരിയാനയിലെ ജിങ് അല്ല കേട്ടോ, ജിന്ദ്. ഹരിയാനയിലെ എന്താണ്? ജിന്ദ്. ആ ജിന്ദ് മുതൽ സോനിപത്ത് വരെയാണ് എന്തോടുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം ഓടുന്നത് ഹരിയാനയിലാണ്. എവിടെയാണ്? ജിന്ദ് മുതൽ സോനിപത്ത് റൂട്ടിലാണ്. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ച് ശ്രദ്ധിച്ചു വെക്കണം. 3 പേരുകൾ. എ അനന്ത പത്മനാഭൻ. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയത് 1 എ അനന്ത പത്മനാഭൻ. കലാമണ്ഡലം സരസ്വതി എ അനന്ത പത്മനാഭൻ. സേവ്യർ പുൽപ്പാട്ട്. അപ്പൊ അനന്തൻ സരസ്വതി പുല്ല്. നിങ്ങളൊരു കണക്ഷൻ കൊടുക്കുക. ഫെലോഷിപ്പ് കിട്ടിയത് ആരാണ്? ആ അനന്തനും സരസ്വതിക്കും പുല്ല്, അല്ലെങ്കിൽ സേവ്യർ അല്ലെ, 3 പേരാലോചിക്കുക. സരസ്വതി അനന്ത സേവ്യറിന് ഫെലോഷിപ്പ്. 3 പേര് പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാവണം. റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇത് കേട്ട് പഠിക്കാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ സരസ്വതി, അനന്ത പത്മനാഭൻ, സേവ്യർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നൽകുന്ന 7 കോടി രൂപയുടെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാട്ടോ. ആരാണ്? സയന്റിസ്റ്റ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നൽകുന്ന 7 കോടി രൂപയുടെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര. അടുത്തിടെ അന്തരിച്ച 2 ഒളിമ്പിക്സുകളിൽ നിന്നായി 10 മെഡലുകൾ നേടിയ ജപ്പാനീസ് ജിംനാസ്റ്റിക് താരം, ഇതിഹാസ താരം ആരാണ്? അക്കിനോരി നക്കയാമ. നമ്മൾ നദിയ കമനേച്ച് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെ? നിങ്ങൾ ഒളിമ്പിക്സ് ഒക്കെ പഠിച്ച സമയത്ത് ജിംനാസ്റ്റിക് താരം. അപ്പൊ അതുപോലെ ഒരു വെറൈറ്റി പേര് പഠിച്ചു വെക്കുക, ജിംനാസ്റ്റിക്. അക്കിനോരി നക്കയാമ. അക്കി നക്കി എന്നൊക്കെ വിളിച്ചോ. നക്കി എന്താ സംഗതി? ജിംനാസ്റ്റിക് ആണ്. ഇദ്ദേഹം അടുത്തൊരു അന്തരിച്ചു. ഇദ്ദേഹം വിഖ്യാതനായ ഇതിഹാസ ജപ്പാനീസ് ജിംനാസ്റ്റിക് താരമാണ് അക്കിനോരി നക്കയാമ. സ്പേസ് എക്സ് റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിൽ നിർമ്മിച്ച ചെറു ഉപഗ്രഹമാണ് മക്കളെ നിള. ചോദിക്കാൻ സാധ്യതയുള്ള നല്ല കിടുക്കാച്ചി പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? സ്പേസ് എക്സ് റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിൽ നിന്ന് നിർമ്മിച്ച ചെറു ഉപഗ്രഹമാണ് നിള. ഭാരത് ഭവൻ ഇന്ത്യൻ സാഹിത്യ വിനിമയത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വിവർത്തനരത്ന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത്. വിവർത്തനരത്ന സമഗ്ര സംഭാവന പുരസ്കാരം 2025 നേടിയത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. പഠിച്ചു വെച്ചേക്കണം. എന്നാടാ പിള്ളേരെ ഒന്ന് പറഞ്ഞേ? ഭാരത് ഭവൻ ഇന്ത്യൻ സാഹിത്യ വിനിമയത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വിവർത്തനരത്ന സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. കാനനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സമഗ്ര ശിക്ഷ കേരളം, ഇടുക്കി, ഇടമലക്കുഴി ആദിവാസി കുട്ടികൾക്കായി മുതുവൻ ഭാഷയിൽ തയ്യാറാക്കിയ പദ്ധതിയാണ് പിള്ളേരെ പഠിപ്പുറസി. ഒരു വെറൈറ്റി പേരല്ലേ? പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന ന്യൂസ് ആണ്, പഠിച്ചു വെക്കണം. പഠിപ്പുറസി എന്താണ്? കാനനവാസികൾ അവരുടെ ഭാഷയിൽ തന്നെ എന്ത് ചെയ്യുക? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴില് അവിടെ തന്നെ പോയിട്ട് പഠിപ്പിക്കുന്ന ഒരു തരം പദ്ധതി, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെ കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവുന്ന രൂപത്തില്. അങ്ങനെ ഇടുക്കിയിലെ ഇടമലക്കുഴി ആദിവാസി കോളനികൾ കുട്ടികൾക്ക് അവരുടെ ഭാഷ, മുതുവൻ ഭാഷ, ആ മുതുവൻ ഭാഷയിൽ തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് പഠിപ്പുറസി. ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ അങ്ങനെ ആയിരിക്കും, മുതുവൻ ഭാഷയിൽ പഠിപ്പുറസി. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചത് തോമസ് ബാക്ക് ആണ്. അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇപ്പൊ ഒളിമ്പിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, എത്ര പേര് കമന്റ് ചെയ്ത് നോക്കട്ടെ. നിലവിലെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണത്. അറിയാത്തവർ കമന്റ് ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേർ അത് കമന്റ് ചെയ്യും. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സൺ ആണ്. പ്രത്യേകത എന്താ ഞാൻ പറയാം. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്
സൂപ്പർലേൺ. സൂപ്പർലേൺ എന്ന് ആലോചിക്കുക. സൂപ്പർലേൺ എന്താടാ? സൂപ്പർലേൺ, സൂപ്പർലേൺ, സൂപ്പർലേൺ പഠിച്ചു വെക്കട്ടാ. സൂപ്പർലേൺ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സൂപ്പർലേൺ. ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ. തിങ്കൾ തിങ്കൾ അപ്പൊ ആർത്തവ ശുചിത്വം അല്ലെ, അതിന് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് തിങ്കൾ. വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ ഓയിൽ. ആ പേര് തന്നെയല്ലേ, ഓപ്പറേഷൻ ഓയിൽ. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ആക്ച്വലി വൃക്കാരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സമാശ്വാസം എന്നൊരു പദ്ധതി മുമ്പ് പഠിച്ചിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആദിവാസികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അമൃത ഹോസ്പിറ്റൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ ആനുകാലിക കേരളത്തിൽ ഏറെ ചർച്ച ചെയ്തൊരു ഇഷ്യൂ കൂടിയാണ് ഈ പറഞ്ഞ പേവിഷബാധയ്ക്കെതിരൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഇത്തരം മരുന്നുകളെ കുറിച്ച്. അപ്പൊ രാജ്യത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ പോർട്ടൽ. എന്താണ് മക്കളെ? സുവിൻ. സുവിൻ പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുവിൻ 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 സുവിൻ. അപ്പൊ നിങ്ങള് പേവിഷ വാക്സിന്, പാമ്പുവിഷ വാക്സിൻ ഒക്കെ കേൾക്കുമ്പോൾ സുവിൻ 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 പോർട്ടൽ. ഗവേഷകർ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദരസൂചകമായി പേര് നൽകുന്ന വെളുത്ത പൂക്കളോട് കൂടിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. അപ്പൊ മാധവ് ഗാഡ്ഗിലിന്റെ പേരിട്ടു എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ കിട്ടും. ഇക്സോറ ഗാഡ്ഗിലിയാന. വിഴിഞ്ഞത്തെത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യത്തെ കപ്പൽ, വളരെ ഇമ്പോർട്ടന്റ് ആണിത്. വിഴിഞ്ഞത്തെത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട കപ്പലാണ് MSC മിയ. MSC മിയ. MSC മിയ. മിയ യൂറോപ്പിൽ പോകുന്നു, ഏഷ്യയിൽ വരുന്നു. ഏത് മിയ? നമ്മുടെ ഒരു സിനിമാ താരം മിയ അല്ലേ? വെറുതെ ആലോചിച്ചോ, അവരെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നമ്മളെ വിഴിഞ്ഞത്തെ കൊണ്ടുപോവാ. എന്നിട്ട് മാഡം ആ ഒരു സിനിമാ താരം മിയ എന്ത് ചെയ്യുന്നു? യൂറോപ്പിലേക്ക് പോകുന്നു. മിയ തിരിച്ച് ഏഷ്യയിലേക്ക് വരുന്നു. അപ്പൊ വിഴിഞ്ഞത്തെത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പൽ MSC. ഒരുപാടുണ്ട്, അതിലെ MSC യിൽ പെട്ടതാണ് മിയ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായിട്ട് മാറിയത് കിടിലൻ ചോദ്യമാണ്. എവിടെ വെച്ചിട്ടാണ് ഫിഫ ലോകകപ്പ് നടക്കുന്നത്? എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. 2026 ഫിഫ ലോകകപ്പ് 3 രാജ്യങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഫിഫ ലോകകപ്പ് 22 ഖത്തറിലായിരുന്നു അല്ലെ. ഇനി 26 കഴിഞ്ഞാൽ 30 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മൊറോക്കോയിലേക്കും അതുപോലെ തന്നെ സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും ഒക്കെ പോകണം അല്ലെ. അപ്പൊ അവിടെ 2030 ആണെങ്കിൽ പിന്നീട് 2034 സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് വരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2026 ഫിഫ ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്നു? നിങ്ങൾ ജസ്റ്റ് അറിയുന്നവരുടെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായിട്ട് മാറിയത് ജപ്പാൻ അല്ലെങ്കിൽ പുലിയ അല്ലെ, ജപ്പാൻ. മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം നേടിയത് ആരാണ്? ആർക്കാണ്? KC വേണുഗോപാൽ സാറിനാണ്. കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ട് ആലോചിക്കുക. രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം, പ്രഥമ രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം കിട്ടിയത് KC വേണുഗോപാലിനാണ്. അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദ് അല്ലെ, മരണപ്പെട്ടു പോയ നിലമ്പൂർ MLA മന്ത്രിയൊക്കെ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് കിട്ടിയതും KC വേണുഗോപാലിനാണ്. അടുത്തിടെ അന്തരിച്ച അമേരിക്കയുടെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ഇതിഹാസമാണ് ജോർജ് ഫോർമാൻ. ആരാണ് ജോർജ് ഫോർമാൻ? ഇവിടെ പിക്ചറൊക്കെ ഉണ്ട്. ജോർജ് ഫോർമാൻ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ഇതിഹാസ താരമാണ് ജോർജ് ഫോർമാൻ. പഠിച്ചു വെക്കുക. 2025 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പി ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പേരാണ്. അപ്പൊ നമ്മുടെ ചൈനയിൽ പോയിട്ട് ഫോർമുല 1 അടിച്ചത് ഓസ്കാർ ആണ്. ഓസ്കാർ എന്ന് പറയുന്ന അവാർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ 2025 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രീ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി. പഠിച്ചു വെച്ചേക്ക, ഓസ്കാർ പിയാസ്ട്രി. സ്ലോവാക്കിയയിൽ നടന്ന ലോക അത്ലറ്റിക് റേസ് വാക്കിംഗ് ടൂറിൽ വനിതകളുടെ 35 കിലോമീറ്റർ നടത്തം, 35 കിലോമീറ്റർ 2 മണിക്കൂർ 56 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തു. ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച താരമാണ് പ്രിയങ്ക ഗോസ്വാമി. ആരാണ്? പ്രിയങ്ക ഗോസ്വാമി. വല്ലാത്തൊരു സ്വാമിയാണ് അല്ലെ പ്രിയങ്ക ഗോസ്വാമി. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് പഠിക്കടാ. 35 കിലോമീറ്റർ പ്രിയങ്ക ഗോസ്വാമി. ലോക ക്ഷയരോഗ ദിനം
നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, മാർച്ച് 24 ക്ഷയരോഗമാണ്. അപ്പൊ ക്ഷയരോഗ ദിനം 2025 ഇതിന്റെ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് ലോകത്ത് വെച്ചിട്ട് ആ ഒരു പ്രോഗ്രാം നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് അല്ലെ. ലോക ക്ഷയരോഗ ദിനം 2025 ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി ബേപ്പൂരിൽ ഉയരുന്ന സ്മാരകത്തിന്റെ പേര് ആകാശമിഠായി എന്നാണ്. വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി ബേപ്പൂരിൽ ഉയരുന്ന സ്മാരകമാണ് ആകാശമിഠായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2025 മാധവ മുദ്ര സാഹിത്യ പുരസ്കാരം കിട്ടിയത് എസ് മഹാദേവൻ തമ്പിക്കാണ്. അപ്പൊ ദേവസ്വം എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു വെച്ചേക്കുക ഈ ചോദ്യം, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2025 മാധവ മുദ്ര അല്ലെ, മാധവ മുദ്ര സാഹിത്യ പുരസ്കാരം കിട്ടിയത് എസ് മഹാദേവൻ തമ്പിയാണ്. ദേവസ്വം ബോർഡിനൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ, അറിയാൻ പറ്റില്ല എത്ര പേരുണ്ടെന്ന്. ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ബസ്സിനും വലിയ വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ സുരക്ഷ നോക്കണല്ലോ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും പറയാണ്, ബസ്സിൽ പോകുന്ന വലിയ ഡ്രൈവർമാർ, ഹെവി അല്ലെ ട്രക്കിലൊക്കെ പോകുന്ന ആളോട് പറയും, നിങ്ങൾ ഒരു വണ്ടിയിൽ വെക്കണം. കഴിക്കാനേ നല്ല തേങ്ങയും ശർക്കരയും കൊണ്ട് അഡാസ്. എന്താണ് അഡാസ്? ADAS ആണ് അല്ലെ, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസ്. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ് അഡാസ്. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളിയാണ് സാൻസിയ മോറി. ഇതൊക്കെ തീർച്ചയായിട്ടും പഠിച്ച പിള്ളേർക്ക് ഓപ്ഷൻ കാണുമ്പോൾ കിട്ടും. സാനിയ മിർസയല്ല. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളിയാണ് സാൻസിയ മോറി. ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈന്റെ ചിത്രമാണ് പിള്ളേരെ ഗ്രാമയാത്ര. പഠിച്ചു വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. 118 കോടി ഉറുപ്പിക്കാണ് വിറ്റുപോയത് കേട്ടാ. ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈന്റെ ചിത്രമാണ് ഗ്രാമയാത്ര. പിക്ചർ കണ്ടോ നിങ്ങൾ? സ്വവിധ റെയിൽവേ സോണുകളിൽ റെയിൽവേ പദ്ധതികൾക്കുള്ള വിഹിതം സംബന്ധിച്ച വിശദമായ രേഖ അറിയപ്പെടുന്നത് പിങ്ക് ബുക്ക് എന്നാണ്. റെയിൽവേ സോണുകളിലെ റെയിൽവേയുടെ വിവരങ്ങൾ അറിയപ്പെടുന്ന ആ ഒരു രേഖയാണ് പിങ്ക് ബുക്ക്. ഓസ്കാറിൽ മത്സരിക്കുകയും നമ്മൾ ഓസ്കാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഒക്കെ കാണാം, കംപ്ലീറ്റ് ഓസ്കാർ അടിപൊളി കോഡൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, 12ഓളം ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് കാണുക. ഓസ്കാറിൽ മത്സരിക്കുകയും എന്നാൽ ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഇന്ത്യ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ബ്രിട്ടീഷ് സിനിമയാണ് സന്തോഷ്. പഠിച്ചു വെച്ചേക്ക് കേട്ടാ. ചിലിയുടെ പ്രസിഡന്റ്, ഇപ്പൊ നമ്മള് ബെലാറസ് അലക്സാണ്ടർ പറഞ്ഞിരുന്നു. ഗ്രീസിലേക്ക് പോയ സമയത്ത് അല്ലെ, കോണിലെ സ്റ്റാൻഡിന് ആ കോൺസ്റ്റാന്റിൻ എന്നുള്ള പേര് കിട്ടിയില്ലേ, അവിടെ നമുക്ക് അങ്ങനെ കിട്ടണം. അതുപോലെ തന്നെ ബെലാറസ് കിട്ടി. ഇനി ചിലിയിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ചിലച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ബോറാണ്. അപ്പം നമ്മൾ പരമാവധി മൗനം വിദ്വാന് ഭൂഷൺ എന്നൊക്കെ പറയില്ലേ, അപ്പൊ ചിലക്കേണ്ട, അത് ബോറാണെന്ന് ആലോചിക്കുക. പഠിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ചിലി ബോറാണ് ആ സൗണ്ട് അല്ലെ, ബോറിക്. ഗബ്രിയേൽ ബോറിക്, ഇതാണ് ചേട്ടൻ. എന്താന്ന് ഇപ്പൊ അല്ലെ? യെസ്. അപ്പൊ ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? ഗബ്രിയേൽ ബോറിക്. 2025 ഏപ്രിൽ 3-4 തീയതികൾ നടന്ന ബിംസ്റ്റെക് സമ്മേളനത്തിന്റെ വേദി, ബിംസ്റ്റെക്കിന്റെ യൂത്ത് സമ്മിറ്റിന്റെ വേദി പഠിച്ച എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്തേ. ഞാൻ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കണ്ടു പഠിച്ച ടെലഗ്രാമിൽ പിള്ളേരാണെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണേ. അപ്പോ 2025 ഏപ്രിൽ 3-4 തീയതികൾ നടന്ന ബിംസ്റ്റെക് സമ്മേളനത്തിന്റെ വേദി എവിടെയാ ചോദിച്ചാൽ അത് തായ്ലാന്റിലെ ബാങ്കോക്കിലാണ്. മ്യാൻമാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതെങ്കിലും ഓപ്പറേഷൻ ബ്രഹ്മ ഉറപ്പായിട്ടും ചോദിക്കും വരാൻ പോകുന്ന അടുത്ത മാസത്തെ പരീക്ഷകളിൽ. മ്യാൻമാറിൽ ഭൂകമ്പ സമയത്ത് ഇന്ത്യ സേന നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മികച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് അഗ്നിരക്ഷാ സേന ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ പേരാണ് R മിഥുൻ. ഈ ചേട്ടനൊക്കെ ഓർത്ത് വെച്ചേക്ക, പേര് മിഥുൻ. നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ നല്ല മികച്ച ഓഫീസറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മിഥുനാട്ടൻ അല്ലെ, R മിഥുൻ. പഠിച്ചു വെക്കുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പെറ്റ് സബ്മിറ്റായ പൗ സബ്മിറ്റ് 2025. ഇതൊക്കെ പഠിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. സത്യത്തിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ മുൻപ് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്, അതിൽ 20 കിട്ടണമെങ്കിലും ഇങ്ങനെ പഠിക്കുക പിള്ളേരെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പെറ്റ് സബ്മിറ്റായ പൗ സബ്മിറ്റ് 2020 നമുക്ക് എവിടെ വെച്ചാൽ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാക്കനാട്. ഗ്രീൻ ഷിപ്പിംഗ് ഡിജിറ്റൽ ഇടനാഴി സഹകരണം സംബന്ധിച്ച ലെറ്റർ ഓഫ് ഇന്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
LOI. ആ LOIയിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം, ഗ്രീൻ ഷിപ്പിംഗ് ആൻഡ് ഡിജിറ്റൽ ഇടനാഴി സഹകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ്. ഷിപ്പിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെ വലിയൊരു തുറമുഖങ്ങളെ സിംഗപ്പൂർ ആലോചിക്കാം. വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റുമുള്ള സ്വർണം സമാഹരിച്ചുകൊണ്ട് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കാനായി കേന്ദ്രം ആരംഭിച്ച പദ്ധതി. അപ്പൊ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ സ്വർണം ഉണ്ടെങ്കിൽ അതെല്ലാം സമാഹരിച്ച് അല്ലെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ. ഇപ്പൊ യൂട്യൂബ് മോണിറ്റൈസേഷൻ ഒക്കെ കേട്ടോ നിങ്ങൾ അല്ലെ, ഇത് ഗോൾഡ് മോണിറ്റൈസേഷൻ ആണ്. ഓക്സ്ഫോർഡ് സർവകലാശാല പുറത്തുവിട്ട ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓക്സ്ഫോർഡ് സർവകലാശാല പുറത്തുവിട്ട ലോക വളരെ വളരെ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ പറയുന്ന MF ഹുസൈന്റെ പിക്ചർ അല്ലെ, അത് 118 കോടി രൂപയ്ക്കല്ലേ വിറ്റുപോയത്. അപ്പൊ 118 എന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം ആകെ 118 ഒക്കെ മനസ്സിൽ വരുന്നുണ്ടാവും. അപ്പൊ ആലോചിക്കുക, ഇപ്രാവശ്യം ഹാപ്പിയാണ്, ഇന്ത്യ 118 എത്തി നിൽക്കുകയാണ്. ഭാഗ്യം. ഫിൻലാൻഡ് ആണ് 1ാം സ്ഥാനത്ത് കുറച്ചു കാലമായി. ഏത് നദിയിലാണ് അപൂർവ ലോഹമായ ടാൻഡലം അടുത്തിടെ കണ്ടത്? ഇത് കുറച്ച് മുമ്പേയുള്ള കറണ്ട് ആണ്. സത്ലജ് നദിയിലാണ് അല്ലെ, നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു. ടാൻഡലം അടുത്തിടെ കണ്ടത് ടാൻഡലം സത്ലജ് നദി. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത, ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചോദ്യമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നേരത്തെ ഞാൻ ക്ലാസ്സിനിടയിൽ അത് ചോദിച്ച സമയത്ത് എത്ര പിള്ളേരാണ് അത് കമന്റ് ചെയ്ത് എനിക്ക് അറിയില്ല. അപ്പൊ കമന്റ് ചെയ്തവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പം പഠിച്ചോളുക. ക്രിസ്റ്റി കൊവൻട്രി. ആ പേര് നന്നായിട്ട് പഠിക്കാം. എന്താണ് ക്രിസ്റ്റി? ക്രിസ്റ്റി എന്നൊന്നും അല്ല, തെറ്റിപ്പോയതല്ല എനിക്ക്, അങ്ങനെയാണ് അത് ഇംഗ്ലീഷ് നമ്മൾ ഇങ്ങോട്ട് മലയാളത്തേക്ക് മാറ്റും കേട്ടോ. അപ്പൊ കിർ ഒളിമ്പിക് കമ്മിറ്റി, രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പൊ തോമസ് ബാക്കിനെ അല്ലെ ആദരിച്ച കഥ നമ്മൾ പറഞ്ഞു. അപ്പൊ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയായി മാറിയത് ക്രിസ്റ്റി കൊവൻട്രി. ക്രിസ്റ്റി കൊവൻട്രി പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ് പറയാനുള്ളത്. പിള്ളേരെ കഥ നോവൽ വിഭാഗത്തിൽ ഒരു ബാലസാഹിത്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കഥ കേട്ടാൽ ഭൂതത്തിന്റെ കഥ പറയുന്നു. ഓ മണി ഇങ്ങനെ മണി വിട്ടു, എന്നിട്ട് ഭൂതം വരുന്നു, ഭൂതങ്ങൾക്കൊരു ഭൂതം അല്ലെ, അതൊരു പാട്ടൊക്കെ അല്ലേ. അപ്പൊ ഒരു വിമ്മിഷ്ടം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്കേ ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മോനെ കൊക്കാച്ചി വരുന്നുണ്ടേ, ഭൂതം വരുന്നത് പറയും. അപ്പൊ വിമ്മിഷ്ടം മക്കൾക്ക് ഉണ്ടാകുമ്പോ നമ്മള് മണിയൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാകും, ചെറിയ മണി ഇങ്ങനെ എന്നിട്ട് ഭൂതം വരികയെ എന്ന് പറയാം. ഇപ്പത്തെ മക്കളൊന്നും ഏൽക്കൂല, എന്നാൽ ചുമ്മാ. അപ്പൊ അത് കഥ നോവൽ പറഞ്ഞു കൊടുക്കും നമ്മള്. അപ്പൊ നോക്കുക, വിമീഷ് മണിയൂർ ചേട്ടന്റെ ഭൂതമാണ് കഥ. ഇനി കവിത എന്ന് കേൾക്കുമ്പം ഒരു പ്രേമം നമ്മളെ മനസ്സിലേക്ക് വരും അല്ലെ, വരണം അല്ലെ. മാനമേ എന്നല്ല, എന്നിട്ട് ഒരു പൂമാലയൊക്കെ ആയിട്ട് അല്ലെ, ഒരു മ്യൂസിക് ഇട്ട നിങ്ങൾ എല്ലാവരും, എന്നിട്ട് മനസ്സിലൊരു കവിത. പ്രേമം വരുമ്പോ ഒരു പൂമാലയും കുട്ടിക്കാലത്ത് അല്ലെ, എന്നിട്ട് ഇതാ നമ്മൾ തമാശക്ക് ഒരു പൂമാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു പെൺകുട്ടി പെൺകുട്ടിയൊക്കെ കൈത്തിന് ഇട്ട് കൊടുക്കുക, രസല്ലേ. അപ്പൊ പൂമാല, പ്രേമജ, കവിത, ബാലസാഹിത്യം 2024 പുരസ്കാരം ഇക്കൊല്ലം പ്രഖ്യാപിച്ചു. അപ്പൊ പൂമാലയാണ് കവിത, പ്രേമജ. വിമീഷ് മണിയൂറിന്റെ ഭൂതമാലോചിക്കുക, കഥ. വിമീഷ് മണിയൂറിന്റെ ഭൂതമാലോചിക്കുക. പ്രേമജ എന്ന് കേൾക്കുമ്പോൾ പ്രേമം അല്ലെ, ഒരു പൂമാലയുമായി വരുന്നു, നല്ല കവിതയല്ലേ, സെറ്റാണ്. ഇനി വൈജ്ഞാനികം എന്ന് പറയുമ്പം പഠിക്കണം, വിജ്ഞാനം ആലോചിക്കുക. വൈജ്ഞാനികം പാഠം 1 എന്താണ്? ആരോഗ്യമാണ് ഇമ്പോർട്ടന്റ്. പിള്ളേരെ നിങ്ങളിപ്പം ഭയങ്കര എഫേർട്ടൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലേ നമ്മൾക്കെല്ലാം പോയില്ലേ, ജീവൻ ഉണ്ടെങ്കിലേ ബാക്കിയൊക്കെ, ജോലിയൊക്കെ പിന്നെയല്ലേ. അപ്പൊ പാഠം 1 ആരോഗ്യം എഴുതിയത് ആരാണ്? ബി പത്മകുമാർ ആണ്. ബി പത്മകുമാർ പഠിച്ചു വെച്ചേക്കുക. ബി പത്മകുമാർ പറയുന്നു 10 നൽകിയ പാഠം 10 വരെ. പാഠം 1 ആരോഗ്യം, 10 പത്മകുമാർ, അതാണ് വൈജ്ഞാനികം. ഇനി ശാസ്ത്രഗ്രന്ഥമാണെങ്കിൽ പ്രഭാവതി മേനോൻ. ഇപ്പൊ പ്രഭാവതി മേനോൻ എന്ന് കേൾക്കുമ്പം, ശാസ്ത്ര ഗ്രന്ഥം എന്ന് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ. എന്ത് രസാണ്, പ്രാസപ്പിച്ച് പറഞ്ഞു നോക്കിയേ. ശാസ്ത്രഗ്രന്ഥം, ബാലസാഹിത്യം 2025 ഏറ്റവും ലേറ്റസ്റ്റ് അവാർഡ്. ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ, ശാസ്ത്ര സുകൃതികൾ അല്ലെ, വികൃതികൾ. എന്ത് രസാ, ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ. ആരെഴുതുന്നു?
അല്ലെങ്കിലും സയൻസ് ബുക്ക് എടുത്തിട്ട് നമുക്ക് വികൃതി കളിക്കാൻ തോന്നും. നമുക്ക് നല്ലൊരു സുഹൃതം അല്ലെങ്കിൽ ഒരു കെടുതി ഒക്കെ തോന്നും ശാസ്ത്രം പഠിക്കുമ്പോൾ പ്രഭാതത്തിൽ. അപ്പൊ പ്രഭാതത്തിൽ ശാസ്ത്രം പഠിക്കുമ്പോൾ വികൃതി കാണിക്കുന്ന ആരൊക്കെ ഉണ്ട്? ശാസ്ത്രം സയൻസ് പഠിക്കുമ്പോൾ പ്രഭാതത്തിൽ ആലോചിച്ച് പഠിക്കുക. ശാസ്ത്രം പ്രഭാതം വികൃതി സെറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ആളുകള്. വിമീഷ് മണിയൂർ ചേട്ടൻ, പ്രേമജ ഹരീന്ദ്രൻ, കവിത, അതുപോലെ തന്നെ ബി പത്മകുമാർ സാറ്, പ്രഭാവതി മേനോനും നെത്തല്ലൂർ ഹരികൃഷ്ണനും സംഗീത ചേനമ്പുള്ളിയും ഹാജറ കെ എം നമുക്കത് പറയാം. ആത്മകഥ എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ വൈജ്ഞാനികം നമ്മൾ പറഞ്ഞു, പത്മകുമാറിന്റെ അല്ലെ പാഠം 1 ആരോഗ്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതായിരുന്നു ശാസ്ത്രഗ്രന്ഥം പറഞ്ഞു. ശാസ്ത്രം കേൾക്കുമ്പോൾ പ്രഭാതം, പ്രഭാവതി അല്ലെ ശാസ്ത്ര വികൃതികൾ കിട്ടി. ഓക്കെ, അപ്പൊ പ്രഭാവതി ചേച്ചി കണ്ടോ നിങ്ങൾ? പ്രഭാവതി മേനോൻ. അതുപോലെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുമ്പോൾ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണനാണ് ആത്മകഥ. കുട്ടികളുടെ എഴുത്തച്ഛൻ. നോക്കൂ, ഹരികൃഷ്ണൻ എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട് അല്ലെ? ഹരിയും കൃഷ്ണന്റെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒരു മോളായിട്ട് ഒരു മോളൊക്കെ ഇല്ലേ? അപ്പൊ കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ കണ്ടവർക്ക് കണക്ട് ആവും. ഹരികൃഷ്ണൻ ആലോചിക്കുക, ആത്മകഥ ആലോചിക്കുക, അല്ലെങ്കിൽ ജീവചരിത്രം. കുട്ടികളുടെ എഴുത്തച്ഛൻ, കുട്ടികളുടെ എഴുത്തച്ഛനാണ് ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം കാറ്റഗറി കിട്ടിയത്. കുട്ടികളുടെ എഴുത്തച്ഛൻ കൃതി ആരെഴുതി? നെത്തല്ലൂർ ഹരികൃഷ്ണൻ എഴുതി. പണി കിട്ടും ഇതൊക്കെ പഠിച്ചാൽ കേട്ടോ, പഠിക്കണേ. വിവർത്തനം പുനരാഖ്യാനം, വിവർത്തനം കാറ്റഗറിയിൽ ബാലസാഹിത്യത്തിൽ കിട്ടിയത് സംഗീത ചേനാമ്പുല്ലി. വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ? ഇത് വിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ പുനരാഖ്യാനം ചെയ്തു അല്ലെങ്കിൽ വിവർത്തനം ചെയ്തെന്നാണ് വെള്ളത്തിന് നനവുണ്ടായതേ. സംഗീതത്തിലൂടെ നമുക്ക് വെള്ളത്തിന് നനവുണ്ടായത് പഠിക്കാൻ ആലോചിക്കുക അല്ലെ? സംഗീതം അല്ലെങ്കിൽ ചേന, ചേന ആലോചിക്കുക. ചേന എന്താ പറയാ, വെള്ളം, നനവ്, ഇതൊക്കെ വെച്ചൊരു കണക്ഷൻ കൊടുക്കുക. ഒരു ചേനയുണ്ട്, അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നനച്ചു അല്ലെ? വിവർത്തനം, വിവർത്തനം കേൾക്കുമ്പോൾ ആലോചിക്കുക ചേന, ചേന എങ്ങനെ വെള്ളം ഒഴിച്ച് നനച്ചു. അപ്പൊ വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ? ചേനമ്പുല്ലി. ചേനമ്പുല്ലി അവരുടെ പേരങ്ങനെ തന്നെ അല്ലേ? ഇതാ ചേനമ്പുള്ളി, ചേനമ്പുള്ളി കേട്ടോ, ചേനമ്പുല്ലി അല്ല, ചേനമ്പുള്ളി എന്നാണ് പത്രത്തിൽ കൊടുക്കുന്നത്. ചേനമ്പുള്ളി. ഓക്കെ, പേരിലൊന്നും വലിയ കാര്യമില്ല, സ്ഥലത്തിന്റെ പേരാണ് ചേനമ്പുള്ളി. നാടകം എന്ന് കേട്ടാൽ സാക്ഷിയാണ്. ഇത് വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ കോടതിയിലൊക്കെ പോകുന്ന സമയത്ത് സാക്ഷി, ഹാജർ ഹാജർ പറയാറില്ലേ? സാക്ഷി, സാക്ഷി, കെ എം ഇവിടെ. അപ്പൊ പറയും ഹാജർ സർ, ഹാജർ സർ, ഹാജർ ഹാജർ. അപ്പൊ നോക്കൂ, നാടകം കളിക്കുമ്പം അവിടെ ഒരു സാക്ഷിയുണ്ട്, സാക്ഷി ഹാജർ ഹാജർ എന്ന് പറയുന്നു. നാടകം കുഞ്ഞുങ്ങൾ കളിക്കുന്നു, ബാലസാഹിത്യം, നാടകം, സാക്ഷി കെ എം ഹാജറ, കെ എം ഹാജറ. നാടകം, നാടകം, കോടതിയിൽ നാടകം. അപ്പൊ എന്ത് പറയുന്നു? സാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹാജർ ഹാജർ എന്ന് പറയുന്നു. സെറ്റല്ലേ? അന്തരിച്ച പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രന്റെ ആത്മകഥ ഏതാണ്? കൂട്ടുകാരെ പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, ഭാവഗായകൻ ജയേന്ദ്ര സാറിന്റെ ആത്മകഥയാണ് ഏകാന്ത പതികൻ ഞാൻ. ഏകാന്ത പതികൻ ഞാൻ ഒന്ന് പഠിച്ചു വെച്ചേ. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ജനങ്ങൾക്കായുള്ള മികവിന്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മോത്തിഹാരിയാണ് കേട്ടോ. ആരാണ്? നരേന്ദ്രമോദിജി. മോത്തിഹാരി, മോത്തിഹാരി ബീഹാറിലെ സ്ഥലമാണ്. അപ്പൊ തദ്ദേശീയ ജനങ്ങൾക്കുള്ള മികവിന്റെ കേന്ദ്രമാണ് മോത്തിഹാരി, മികവിന്റെ കേന്ദ്രം. ഗില്ലൻ ബാരി എന്ന് പറയുന്ന ഒരു അസുഖം കൂട്ടുകാർക്ക് അറിയാലോ, ചോദിക്കാൻ സാധ്യതയേറെയുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു വെക്കണം. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മൂവാറ്റുപുഴയിലാണ്. എവിടെയാടാ? മൂവാറ്റുപുഴയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. എറണാകുളം ജില്ലയാണോ ഇടുക്കി ജില്ലയാണോ മൂവാറ്റുപുഴ? ഒന്ന് കമന്റ് ചെയ്തേ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇടുക്കി ജില്ലയിലല്ല, എറണാകുളത്താണ് മൂവാറ്റുപുഴ. അപ്പൊ എറണാകുളത്തുള്ള മൂവാറ്റുപുഴയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന നാഡീ സംബന്ധമായ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. കേട്ടോ, ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന നാഡീ സംബന്ധമായ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. ഓക്സിലറി ഗ്രൂപ്പ് 2025 വിപുലീകരണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മുഖേന സംഘടിപ്പിക്കുന്ന ഓക്സിലോ സംസ്ഥാനതല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മകളെ, എന്താണ് ഈ ഓക്സിലറി ഗ്രൂപ്പ് എന്നൊക്കെ അറിയാത്ത കൂട്ടുകാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ആ പത്ര കട്ടിങ് കൊടുത്തത്. നിങ്ങൾക്കറിയാം, കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്.
ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ സരസ് മേളയെ കുറിച്ചൊക്കെ ചോദിച്ചില്ലേ? അതുപോലെ കുടുംബശ്രീയുടെ പദ്ധതികളൊക്കെ ചോദിക്കും. അപ്പൊ എന്താണ് ഈ ഓക്സലോ എന്ന് പറയുന്ന പ്രോഗ്രാം? നോക്കൂ, എന്താണ്? കുടുംബശ്രീയുടെ യുവനിരയായ ഓക്സിലറി ഗ്രൂപ്പാണ്. അപ്പൊ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം, അതിന്റെ ആദ്യത്തെ ഒരു വേർഷൻ ഈ പ്രാവശ്യം 2025 എവിടെ നടന്നു? കൊല്ലം ജില്ലയിൽ നടന്നു. ഇനി നിങ്ങൾ മറക്കണ്ട, നിങ്ങൾ ഈ PDF ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ പത്രത്തിലെ ന്യൂസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കട്ടോ. ഇപ്പൊ ശാസ്താംകോട്ട കൊല്ലം, ഗില്ലൻബാരി സിൻഡ്രോം വന്നത് മൂവാറ്റുപുഴ. അങ്ങനെയാണെങ്കിൽ ഓക്സിലറി എന്നത് എവിടെ ആലോചിച്ച് നോക്കുക? ശാസ്താംകോട്ട കൊല്ലത്താണ് ഓക്സിലറി ഗ്രൂപ്പ് 2025 ബന്ധപ്പെട്ട ഈ ഒരു പരിപാടി ഓക്സോമീറ്റ്. ക്ലിയർ ആണ്? പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ബിഗ് ബാങ് സ്ഫോടനത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാൻ നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ ടെലസ്കോപ്പ് ആണ് സ്ഫിയറെക്സ്. 2025 മാർച്ച് 11. ഡേറ്റ് പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഡേറ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. 2025 മാർച്ച് 11 സ്ഫിയറെക്സ് എന്ന് പറയുന്ന നാസയുടെ ദൗത്യം പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ ബിഗ് ബാങ് സ്ഫോടനത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാൻ നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ ടെലസ്കോപ്പ് ആണ് ഇത് സ്ഫിയറെക്സ്. ഫോട്ടോ കണ്ട നിങ്ങള്? സ്വാതന്ത്ര്യം ലഭിച്ച 75 വർഷങ്ങൾക്ക് ശേഷം വോട്ട് ചെയ്ത ഛത്തീസ്ഗഡിലെ ഗ്രാമങ്ങളാണ് കെർലാപെന്റയും പൂർവതിയും. കേട്ടോ, സുക്മ ജില്ലയിലെ 2 ഗ്രാമങ്ങളാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷത്തിന് ശേഷമാണ് ഇവിടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്തത്. കെർലാപെന്റ പൂർവതി, കരളെ പാർവതി എന്ന് ആലോചിച്ചോ. ഇതാണ് കരളെ പാർവതി എന്ത് ചെയ്തു? വോട്ട് ചെയ്തു. തൽക്കാലം പഠിക്കാൻ വേണ്ടി കരളെ പാർവതി എന്ന് പറഞ്ഞാണ്. കാരണം ഇതൊക്കെ നിങ്ങളെ മനസ്സിൽ കിട്ടൂ ഇല്ലെന്ന് എനിക്കറിയില്ല പരീക്ഷയാണ്. അപ്പൊ അല്ലെങ്കിൽ പെൻഡുലം പാർവതി എന്നോ കേട്ടോ. എന്താണ്? കെർലാപെന്റ പൂർവതി, ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ സുക്മ ജില്ല. നക്സൽ ഭീഷണി കാരണം വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഈ ഗ്രാമങ്ങൾ. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. ഞാൻ പറഞ്ഞല്ലോ, കുടുംബശ്രീയുടെ പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പരിപാടിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാർഹിക പരിചരണങ്ങൾ ഒരു കുടക്കീഴിലാണ്. കെ ഫോർ കെയർ, എല്ലാത്തിലും കെ ആയതുകൊണ്ട് കെ ഫോർ കെയർ ആണ് കുടുംബശ്രീ. കെ ഫോർ കെയർ പഠിച്ചു വെച്ചേ. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് കെ ഫോർ കെയർ. രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ സന്ദർശനം നടത്തുന്ന രാജ്യമാണ് ഫ്രാൻസ്. നിങ്ങൾക്കറിയാം, ഫ്രാൻസും നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ് അല്ലെ? റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നമ്മൾ പലതും ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ സന്ദർശനം നടത്തിയ രാജ്യമാണ് ഫ്രാൻസ്. വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണ്, ടങ് സ്ലിപ്പ് അല്ലട്ടോ, IIT അല്ല, IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോൺ ആണ് അസ്ത്ര. അപ്പൊ അസ്ത്ര ഉണ്ടെങ്കിൽ അസ്ത്ര V1 ഉണ്ടെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. രാജ്യത്ത് ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് കൊല്ലത്താണ്. രാജ്യത്ത് ആദ്യമായിട്ട് കടൽ മണൽ ഖനനം നടക്കുന്നു. കൊല്ലം തങ്കശ്ശേരിക്ക് സമീപം. അപ്പൊ കൊല്ലത്ത് എന്ത് നടക്കുന്നു? കടലില് മണൽ ഖനനം നടക്കുന്നു. അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന കതിരവൻ സിനിമയിൽ അയ്യങ്കാളിയായി വേഷം ഇടുന്നത്, സിനിമ വന്നിട്ടില്ല, ഇത് ഒരു പക്ഷേ മാറാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റില്ല. പക്ഷെ നിലവിൽ ആരാണ്? സിജു വിൽസൺ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അയ്യങ്കാളിയുടെ ജീവചരിത്രം പറയുന്ന കതിരവൻ എന്ന സിനിമയില് അയ്യങ്കാളിയായി വേഷമുണ്ട്. കാരണം മുമ്പ് മമ്മൂട്ടിയൊക്കെ പറഞ്ഞിരുന്നു ഊഹാഭോഹങ്ങൾ, പക്ഷെ ഇപ്പം സിജു വിൽസൺ ആണ്. ഓർമ്മിച്ചിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കുക. ചൈനയിലെ വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസ് ആണ് HKU5. ഹുക്കും, ടൈഗർ കാ ഹുക്കും എന്നൊക്കെ പറയുന്ന ഒരു പാട്ട് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ ഹുക്കു 5 എന്താണ്? പുതിയ വവ്വാലിൽ നിന്നും കിട്ടിയ വൈറസ് ആണ്. ചൈനയിൽ വവ്വാലിൽ നിന്നും കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസ് ആണ് HKU5. പഠിച്ചോ? HKU5. അതിദരിദ്രമില്ലാത്ത ജില്ല എന്ന നേട്ടത്തിലേക്ക് ചുവട് വെക്കാൻ ഒരുങ്ങുന്നത് കൊല്ലമാണ്. അപ്പൊ കടലിൽ നിന്നും ഈ പറയുന്ന കടൽ മണൽ ഖനനം ചെയ്യുന്നു. എവിടെ? കൊല്ലം ജില്ല പറഞ്ഞു.
അതിദരിദ്രമില്ലാത്ത ജില്ല എന്ന ഇടത്തിലേക്ക് ചൂടുവെക്കാൻ ഒരുങ്ങുന്നത് 2025 മാർച്ചിൽ കൊല്ലം ജില്ലയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത കലാമണ്ഡലം ചെണ്ട കലാകാരനാണ് കലാമണ്ഡലം ബാലസുന്ദരൻ. വളരെ പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാം. കലാമണ്ഡലം ബാലസുന്ദരൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ ഒരു പക്ഷേ കഥകളിയൊക്കെ എഴുതും, കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇദ്ദേഹം ചെണ്ടയാണ്, അപ്പൊ ബാലസുന്ദരനാണ് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന ബാലസുന്ദരൻ. ചേട്ടന്റെ പേര് ഓർത്തു വെക്കുക, ബാലസുന്ദരൻ. ബാലസുന്ദരൻ എന്താണ്? ചെണ്ടക്കലാകാരനാണ് ബാലസുന്ദരൻ. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി ഇവ നാലും സമന്വയിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ് യജ്ഞസേനി. പിള്ളേരെ കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക മേഖല ഇത്തിരി പാടാണ് നിങ്ങൾക്ക് പഠിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം പോയിന്റുകൾ ശ്രദ്ധിച്ചു വെക്കണം. ചെണ്ട കലാകാരൻ ബാലസുന്ദരൻ, ബാലസുന്ദരൻ ചേട്ടൻ, കലാമണ്ഡലം ബാലസുന്ദരൻ ചേട്ടൻ. കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും കഥകളിയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു യജ്ഞം നടക്കുന്ന ഫീലാണ് അല്ലേ. അപ്പൊ യജ്ഞസേനി എന്താണ്? സോറി, യാജ്ഞസേനി. യാജ്ഞസേനി ഇതൊരു പുതിയ ഐറ്റം ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാം കൂടി വെച്ചുകൊണ്ട് കളിച്ചോ, യാജ്ഞസേനി. അപ്പൊ യജ്ഞം പോലെ ആലോചിക്കാം. കുച്ചിപ്പുടിയുണ്ട്, മോഹിനിയാട്ടുണ്ട്, ഭരതനാട്യമുണ്ട്, കഥകളിയുണ്ടെന്ന് ചിന്തിക്കുക. 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ KP ശങ്കരൻ. ശങ്കരൻ ഇപ്പോഴും പനയിൽ തന്നെയാ. ശങ്കരൻ ഇപ്പോഴും തെങ്ങുമ്പോ തന്നെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട് അല്ലെ. അപ്പോ ശങ്കരൻ ഇപ്പോൾ എവിടെയാണ്? പനയുടെ മുകളിലാണ്. അപ്പൊ മധു കുടിക്കാൻ കാക്ക വന്ന കഥയൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്പം കാലങ്ങൾ ഇങ്ങനെ കടന്നു പോവാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ 2023 22 24 പഠിച്ച സ്ഥിതിക്ക് 25 കൂട്ടുകാരെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ജ്ഞാനപ്പന എന്ന് കേൾക്കുമ്പോൾ പനയിൽ ആരാണ്? നമ്മുടെ KP ശങ്കരേട്ടനാണ്. അപ്പം ശങ്കരൻ ഇപ്പോഴും പനയിൽ തന്നെയാണ്. സെറ്റാണോ? KP ശങ്കരൻ കിട്ടും. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. നബാർഡ് ആയതുകൊണ്ട് ഹിന്ദി ടച്ച് അല്ലെ. ഗ്രാമവിഹാർ പഠിച്ചു വെച്ചേ. നിലമ്പൂരിലെ ടൂറിസം വികസനത്തിനായി ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുമായി ചേർന്ന് നബാർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമവിഹാർ. ഖനന മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനായി ലിഥിയം പര്യവേഷണത്തിലും വിഭവ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യമാണ് അർജന്റീന. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പിടിച്ചേ. ഖനന മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലിഥിയം പര്യവേഷണത്തിന് വേണ്ടിയിട്ട് നമ്മളുമായി കൈകോർക്കുന്ന രാജ്യമാണ് അർജന്റീന. 2025 ടൈം മാഗസിൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയാണ് മക്കളെ പൂർണിമ ദേവി ബർമൻ. കൃത്യമായിട്ട് പഠിച്ചേ. 2025 ടൈം മാഗസിൻ ഉൾപ്പെട്ട വനിത വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയ പരിസ്ഥിതി പ്രവർത്തക. ചോദിക്കാം, ഇവരുടെ മേഖല ഏതാണ്? പൂർണിമ ദേവി ബർമൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി പ്രവർത്തകയാണ് പൂർണിമ ദേവി ബർമൻ. ടൈംസ് മാഗസിന്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ദൗത്യത്തിന് അംഗീകാരം ലഭിച്ച ആദ്യത്തെ വൈകല്യമുള്ള ബഹിരാകാശ യാത്രികനാരാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ദൗത്യത്തിന് അംഗീകാരം ലഭിച്ച ആദ്യത്തെ വൈകല്യമുള്ള ബഹിരാകാശ യാത്രികന്റെ പേരാണ് കുഞ്ഞുങ്ങളെ ജോൺ മക്ഫാൾ. ആരാണ്? ജോൺ മക്ഫാൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മക്ഫാൾ ആണ് എന്ത്? അദ്ദേഹത്തിന് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് അല്ലെ മക്കളെ, ഇച്ചിരി ഫോൾട്ട് ഒക്കെ ഉണ്ട്. ഇത് അങ്ങനെ പറയല്ല കേട്ടോ, പഠിച്ചൊരു മാർക്ക് വാങ്ങണ്ടേ. അപ്പൊ മക്കളെ, ഇച്ചിരി ഫോൾട്ട് ഉള്ള ഒരാൾ എങ്ങോട്ട് പോകുന്നു? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ ദൗത്യത്തിലേക്ക് പോകുന്നു. ഇച്ചിരി ആദ്യത്തെ വൈകല്യമുള്ള ബഹിരാകാശ യാത്രികരാണ് മക്കളെ. ഫോൾട്ട് ഇച്ചിരി ഉണ്ട് മക്കളെ. ഫോൾട്ട് ഉള്ളവനെ അങ്ങോട്ട് വിടുന്നു. മക്ഫാൾ, ജോൺ മക്ഫാൾ. പേരൊന്നും കിട്ടിക്കോളുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 2025 ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ഡുക്കാനോ എത്രയെത്ര അഗ്നിപർവ്വതങ്ങളാണ് അല്ലെ നമ്മൾ ഇന്തോനേഷ്യയിൽ പഠിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു 3-4 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു. ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് അറിയുന്നവർ ഇന്തോനേഷ്യയിലുള്ള അഗ്നിപർവ്വതങ്ങളെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. അപ്പൊ ഈ കമന്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ പഠിക്കാലോ. മൗണ്ട് ഡുക്കോണോ. അപ്പൊ മൗണ്ട് ഡുക്കോണോ പഠിച്ചു വെച്ചേക്കുക. മൗണ്ട് ഡുക്കോണോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2025 ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ഡുക്കോണോ ഇന്തോനേഷ്യ. അടുത്തിടെ BOBP IGO ബേ ഓഫ് ബംഗാൾ
ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, BOBP, അതിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏത് ചോദിച്ചാൽ നിങ്ങൾ നിസ്സംശയം പറഞ്ഞു ഇന്ത്യയാണ്. എടാ, ബംഗാൾ ഉൾക്കടലിലെ ബേ ഓഫ് ബംഗാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പറയുന്ന രാജ്യങ്ങളുടെ അതിന്റെ ഒരു കൂട്ടായ്മയാണ് BOBPIGO. ഈ ഒരു കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത് ഇന്ത്യയാണ്. പഠിച്ചു വെച്ചേക്കുക. അടുത്തിടെ അന്തരിച്ച മിലിംഗ് റെഗെ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നല്ല ക്വസ്റ്റൻ ആണ്. മിലിംഗ് റെഗെ എന്നൊക്കെ എഴുത്തുകാരെന്നൊക്കെ ചിന്തിക്കേണ്ട, ഇദ്ദേഹം ക്രിക്കറ്റ് ആണ്. മിലിംഗ് റിഗെ ക്രിക്കറ്റ് ആണ്. 72ാമത് ലോക സുന്ദരി മിസ് വേൾഡ് മത്സരം. അപ്പൊ ലോക സുന്ദരി മത്സരം എവിടെ വെച്ച് നടക്കുന്നു? ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. സ്റ്റാർ ഇട്ട് വെക്കാം. ഹൈദരാബാദിലാണ്, അത് തെലുങ്കാനയിലാണ്. അപ്പൊ 72ാമത് ലോക സുന്ദരി കിരീട മത്സരം എവിടെ വെച്ചിട്ടാണ് നടക്കുന്ന സ്ഥലം പഠിച്ചു വെച്ചേ? തെലുങ്കാന, ഹൈദരാബാദ്. അങ്ങനെയാണെങ്കിൽ അടുത്തിടെ വൺ മാൻ ഓഫീസ് OMO, ഓ മൈ ഗോഡ് എന്നല്ല, OMO അല്ലെ. OMO എന്ന് പറഞ്ഞാൽ വൺ മാൻ ഓഫീസ് ആണ്. ഇങ്ങനെ ഒരു ഓൺലൈൻ സേവനം ആരംഭിച്ച സ്ഥാപനമാണ് LIC അല്ലെ. LIC പണ്ടൊക്കെ ഏജന്റുമാർ നിങ്ങളെ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് നമ്മൾ സംസാരിക്കില്ലേ? അപ്പൊ ഒരു മനുഷ്യനുണ്ടാകുക LIC ഏജന്റ് ആയിട്ട്. അപ്പൊ വൺ മാൻ ഓഫീസ് പഠിക്കുക LIC. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം എന്താണ് കുഞ്ഞുങ്ങളെ? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കൂട്ടുകാരെ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹി. ഏത് സംസ്ഥാനത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് ചോദിക്കും? അത് ഗുജറാത്തിലാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ മൃഗക്ഷേമത്തിനായുള്ള പ്രാണിമിത്ര ദേശീയ അവാർഡ് 2025 നേടിയതാരാണ്? പ്രാണികൾ അവാർഡ് അല്ല കേട്ടോ, മൃഗക്ഷേമത്തിനുള്ള ഒരു പുരസ്കാരമാണ്. ടൈറ്റിലാണത് പ്രാണിമിത്ര. അപ്പൊ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ പ്രാണിമിത്ര എന്ന് പറയുന്ന അവാർഡ് കിട്ടിയത് ഇതിന്റെയൊക്കെ മെയിൻ ആളാണ്. ഇത് ഈ പറയുന്ന വൻ താര, ഗുജറാത്തില് നമ്മുടെ അംബാനിയുടെ അല്ലെ. അപ്പൊ ആനന്ദ് അംബാനി. നോക്കൂ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന ഗ്രിഡ് കോൺ 2025 ഉദ്ഘാടനം ചെയ്തത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ മനോഹർ ലാൽ ഖട്ടർ ആണ്. അപ്പൊ മനോഹർ ലാൽ ഖട്ടർ എന്താണ്? കേന്ദ്ര വിദ്യുത് ശക്തി വകുപ്പ് മന്ത്രിയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സംഘടിപ്പിക്കുന്ന ഗ്രിഡ് കോൺ 2025 ഉദ്ഘാടനം ചെയ്ത് ഇദ്ദേഹമാണ്. കേന്ദ്ര മന്ത്രിസഭയൊക്കെ കംപ്ലീറ്റ് രസകരമായി നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യട്ടോ. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിതമാവുന്ന എവിടെയാണ്? അത് കണ്ണപുരമാണ്, കണ്ണൂരാണ്. കൃത്യമായിട്ട് പഠിക്കണേ. ഹരിത റെയിൽവേ സ്റ്റേഷൻ എവിടെ വരുന്നു? കണ്ണപുരം. രഞ്ജി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന ബോളർ എന്ന റെക്കോർഡ് നേടുന്നത് ഹർഷ് ദുബെയാണ് മക്കളെ. വിദർഭ. നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കണം, നല്ല ചോദ്യമാണ്. രഞ്ജി ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്ന ബൗളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഹർഷ് ദുബെയാണ്. അദ്ദേഹം വിദർഭയാണ്. പാലങ്ങളുടെയും ഫ്ലൈ ഓവറുകളുടെയും അടിഭാഗത്ത് ഷട്ടിൽ കോർട്ട്, ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയാണ് വി പാർക്ക്. എന്താണ്? വി പാർക്ക്. പാലങ്ങളുടെയും ഫ്ലൈ ഓവറുകളുടെയും അടിഭാഗത്ത് ഷട്ടിൽ കോർട്ട്, ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയാണ് വി പാർക്ക്. ആദ്യഘട്ടം നടപ്പിലാക്കിയത് കൊല്ലത്തും കോഴിക്കോടുമാണ്. 59ാമത് ജ്ഞാനപീഠം പുരസ്കാരം ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ഹൈലൈറ്റ് ചോദ്യമാണിത്. ആർക്കാണ് കിട്ടിയത്? ഉറപ്പായിട്ടും നിങ്ങൾ എഴുതാൻ പോകുന്ന അടുത്ത PSC പരീക്ഷകളിൽ ഈ ചോദ്യം വന്നിരിക്കും. 100% ഗ്യാരണ്ടിയാണ്. 59 സംഖ്യ മറക്കണ്ട. 59ാമത് ജ്ഞാനപീഠം എല്ലാവർക്കും അറിയാം. വിനോദ് കുമാർ ശുക്ലയാണ്. ഇതാ സാറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വിനോദ് കുമാർ ശുക്ല, അദ്ദേഹം ഛത്തീസ്ഗഡുകാരനാണ്. ജ്ഞാനപീഠം പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരൻ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1999 ലഭിച്ചിരുന്നു. 1999 കേന്ദ്ര സാഹിത്യ അക്കാദമി. ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് ലഗ് ബഗ് ജയ് ഹിന്ദ്. ഇദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരം ലഗ് ബഗ് ജയ് ഹിന്ദ്. ഇദ്ദേഹത്തിന്റെ കൃതികൾ നോക്കിക്കേ. കവിതാ സേ ലംബി കവിത, ദീവാർ മേ എക് ഖിഡ്കി രഹതി ഥി, നൗകർ കി കമീസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ഇപ്പൊ കോഡാക്കാൻ മുതിരുന്നില്ല. നിങ്ങൾ ഇത് രസകരമായി ആലോചിച്ച് പഠിക്കുക. കവിതാ സേ ലംബി കവിത, ദീവാർ മേ എക് ഖിഡ്കി രഹതി ഥി, നൗകർ കി കമീസ്. നൗകർ കി കമീസ്, ദീവാർ മേ എക് ഖിഡ്കി രഹതി ഥി, കവിതാ സേ ലംബി കവിത. കൃത്യമായിട്ട് പഠിക്കുക. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. ഓക്കെ.
നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നീതി ആയോഗുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പരിപാടിയാണ് സ്വവലംബിനി. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്വവലംബിനി. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം നീതി ആയോഗുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വനിതാ സംരംഭകത്വ പരിപാടിയാണ് സ്വവലംബിനി. ഏതാടാ? സ്വവലംബിനി. ക്ലാസിക്കൽ ചെസ് ലോക റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ യുവ ചെസ് താരമാണ് ഡി ഗുഗേഷ്. അടുത്തിടെ അന്തരിച്ച വിഖ്യാത സോവിയറ്റിന്റെ ചെസ് താരം ഗുഗേഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതാ ഈ ഒരു അപ്പൂപ്പനെ കാണാൻ ഇദ്ദേഹം ചെസ് താരമാണ്. ഇതിന്റെ പേരാണ് ബോറിസ് സ്പസ്കി. സ്പെക്സ് ഒക്കെ വെച്ച് നല്ല കാണാൻ ബോറൊന്നും ഇല്ലെങ്കിൽ നല്ല മനുഷ്യനല്ലേ ബോറിസ് സ്പെസ്കി. ഒന്നിങ്ങനെ പറഞ്ഞു നോക്കട്ടാ. സോവിയറ്റിന്റെ ചെസ് ബോറിസ്. ചെസ് ബോറടിക്കാത്ത കളിയാണ്, അല്ലെ ബോറടിക്കുന്ന കളിയാണ്. അപ്പൊ ചെസ് താരം ബോറി പഠിച്ചു നോക്കുക. മൈക്രോസോഫ്റ്റ് നിർത്തലാക്കുന്ന പ്രശസ്ത വീഡിയോ കോളിംഗ് ആപ്പാണ് സ്കൈപ്പ്. പിള്ളേരെ ഏതാണ്? മൈക്രോസോഫ്റ്റ് നിർത്തലാക്കുന്ന പ്രശസ്ത വീഡിയോ കോളിംഗ് ആപ്പ് സ്കൈപ്പ് ആണ്. 2024 ക്ലാസ്സുകളും ഉടൻ തന്നെ മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങൾ ഇങ്ങനെ ക്ലാസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ മാക്സിമം നിങ്ങൾ ക്ലാസ് കാണാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് എനിക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ ഊർജ്ജമാവുക. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.